ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠർ രാജീവർക്ക് ജാമ്യം ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അത് കോടതി വളരെ വ്യക്തമായി തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് കണ്ഠർ രാജീവരുടെ പങ്കാളിത്തം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തുന്നതിൽ ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. SITക്ക് ഈ വിഷയത്തിൽ വൻ വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. തന്ത്രിയുടെയും SITയുടെയും വാദങ്ങളുടെ പൂർണ്ണ വിവരമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അറസ്റ്റിന് പിന്നിൽ പ്രതികാരമെന്നാണ് തന്ത്രി കണ്ഠർ രാജീവരുടെ വാദം. അതേസമയം ശബരിമലയിൽ എല്ലാത്തിൻ്റെയും അവസാന വാക്ക് തന്ത്രിയാണെന്നും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് രാജീവര് തടഞ്ഞില്ലെന്നുമാണ് SIT വ്യക്തമാക്കിയത്. പക്ഷേ ഇക്കാര്യം പൂർണ്ണമായും കോടതി നിരാകരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം താന്ത്രികമായ ചില കാര്യങ്ങൾ മാത്രമാണ് തന്ത്രിക്ക് ശബരിമലയിൽ ഉള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആ തരത്തിൽ വാദിച്ചിരുന്നു. അത് കോടതി പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SITക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മന്ത്രിമാരടക്കം VIPകളുമായി പോറ്റിക്കുള്ള നീക്കം ഈ പൊറ്റിക്കുള്ള ബന്ധം മറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്ന് പറയുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതിന്റെ പ്രതികാരമാണ് എന്നും പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തന്ത്രി നേരത്തെ ഈ വിഷയം ആരോപിച്ചിരുന്നു. ഇത് പ്രതികാരമായി തന്നെ ഉണ്ട്. ഒപ്പം ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള സർക്കാർ നീക്കം തടഞ്ഞതും തന്ത്രിക്കെതിരെ പ്രതികാരത്തിന് കാരണമായി എന്ന് പറയുന്ന ഏറെ നിർണായകമായ ഒന്നാണ്. അതായത് സർക്കാർ ആസൂത്രിതമായി തന്ത്രി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആരോപണം പുറത്തു വരുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമാണ്. VV വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഏറെ ഗൗരവതരമായ കാര്യമാണ്. കാരണം ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം അവിടെ തന്ത്രിയെ 41 ദിവസത്തോളം ജയിലിലിടാൻ ഇവർക്ക് സാധിക്കുന്നു. പക്ഷേ യാതൊരു തെളിവുകളുമില്ല. നേരത്തെ തന്ത്രി കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടവരടക്കം മുന്നോട്ട് വെച്ച ചില വാദങ്ങളുണ്ട്. അത് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങളും തന്ത്രി നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വരുന്നതും. ഇതിൽ ഒന്നാമത്തെ കാര്യം SITയുടെ വാദമുഖങ്ങളെ പൂർണ്ണമായും കോടതി തള്ളിക്കളയുകയാണ്. അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ തന്ത്രി SITയെ മാത്രമല്ല വെട്ടിലാക്കുന്നത്, സർക്കാരിനെ കൂടി വെട്ടിലാക്കുന്നത്. ചില രാഷ്ട്രീയം കൂടി നമ്മൾ തന്ത്രിയുടെ വാദങ്ങളിൽ കാണേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്ത്രി പറയുന്നത് അറസ്റ്റിന് പിന്നിൽ പ്രതികാരമെന്നാണ്. അത് പ്രതികാരം ശബരിമലയിൽ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതിൽ. അവിടെയാണ് രഞ്ജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം വരുന്നത്. അതായത് സ്വർണ്ണക്കൊള്ളയ്ക്ക് അപ്പുറത്തേക്ക് തന്നെ ഈ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി കാരണമായത് ശബരിമലയിൽ യുവതീ പ്രവേശം തടയുന്നതിന് താൻ ഒരു ശ്രമം നടത്തി. അതിന് പിന്നിലാണ്, അവിടെയാണ് ഈ രാഷ്ട്രീയം വരുന്നത്. മാത്രമല്ല, ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള സർക്കാർ നീക്കം തടഞ്ഞതും കാരണമായി. അതായത് കൊള്ളയ്ക്ക് പുറത്തേക്ക് ചില ആരോപണങ്ങൾ രാഷ്ട്രീയമായി തന്നെ തന്ത്രി ഉന്നയിക്കുന്നു. ആ വാദങ്ങളാണ് കോടതിയിൽ സമർത്ഥിച്ചത്. മന്ത്രിമാരടക്കം VIPകളുമായി പോറ്റിക്കുള്ള ബന്ധം മറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് തന്റെ അറസ്റ്റ് എന്ന് പറയുന്നു. അതും ഗുരുതരമായ ഒരു രാഷ്ട്രീയ ആരോപണമാണ്. SITക്കെതിരെയും ആരോപണങ്ങളുണ്ട്. പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നത് SIT മറച്ചുവെച്ചുവെന്നാണ്. അങ്ങനെയെങ്കിൽ അതൊരു അത്യന്തം ഗുരുതരമായ കാര്യമാണ്. ഇപ്പോൾ തന്ത്രി കോടതിയിൽ പറഞ്ഞത് ഈ പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നു എന്നതാണ്. പോറ്റിയുടെ ഭാര്യാപിതാവ് ശബരിമലയിൽ കീഴ്ശാന്തിയായിരുന്നു. ഭാര്യാപിതാവിന്റെ സഹോദരൻ ശബരിമലയിൽ ഗാർഡായിരുന്നു. ഇക്കാര്യങ്ങൾ റിപ്പോർട്ടിൽ നിന്ന് മറച്ചത് താനാണ് എന്ന് പോറ്റിയെ കയറ്റിയതെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ SIT റിപ്പോർട്ടിൽ രേഖപ്പെടുത്താത്തതെന്ന് പറയുന്നു. അവിടെയും രാഷ്ട്രീയ ഇടപെടലാണ് സംശയിക്കുന്നത്. വാജിവാഹനം തന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് തന്നെ മോശമാക്കാൻ എന്ന വാദം കൂടി തന്ത്രി ഉന്നയിക്കുന്നുണ്ട്. 3 മാസം നടന്ന അന്വേഷണത്തിൽ തന്റെ പേര് വന്നിട്ടില്ല. അതേസമയം SITയും ചില വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചു. ശബരിമലയിലെ എല്ലാത്തിന്റെയും അവസാന വാക്ക് തന്ത്രി എന്നാണ് SIT വാദിച്ചത്. യുവതീ പ്രവേശം തടഞ്ഞത് ഇതിന് തെളിവ്. പാളികൾ കൊണ്ടുപോകുന്നത് തന്ത്രി തടഞ്ഞില്ല. പോറ്റിയെ ശബരിമലയിൽ നിയമിക്കാൻ സ്വാധീനം ചെലുത്തി. പോറ്റിയെ സ്പോൺസറാക്കിയതിലും പങ്കുണ്ട്. സ്വർണ്ണപ്പാളി കടത്തുന്നതിൽ മറ്റ് പ്രതികളുമായി ഗൂഢാലോചന നടത്തി. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ തന്ത്രിയുടെ പേരുണ്ട്. തന്ത്രിക്കെതിരെ പ്രധാന തെളിവായി മൊഴികളുണ്ട്. തന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ശക്തമായ സാക്ഷിമൊഴികളുണ്ടെന്നും SIT വാദിച്ചു. പാളികൾ കൊടുത്തുവിടാൻ അനുജ്ഞ വാങ്ങിയില്ല എന്നത് പ്രധാന കുറ്റമാണ്. കട്ടളപ്പാളി ഇളക്കിയ ദിവസം തന്ത്രി തന്ത്രപരമായി മാറി നിന്നു. ഈ വാദങ്ങളൊക്കെ തന്ത്രി നേരത്തെ തന്നെ ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ SITയുടെ വാദമെന്ന് പറയുന്നത് എന്താണ്, പല കാര്യങ്ങളിലും തന്ത്രിക്ക് വീഴ്ച സംഭവിച്ചു. പക്ഷേ തന്ത്രി പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ ആചാരപരമായ കാര്യങ്ങളാണ്.
ഇതിൽ മാത്രമാണ് തനിക്ക് പങ്കാളിത്തമുള്ളത്, ഭരണപരമായ നിയന്ത്രണം തനിക്കില്ല എന്ന് പറയുന്നതിനെ സാധൂകരിക്കാണ് കോടതി ചെയ്തത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം കടന്നു വരുന്നത്, പ്രതികാരം കടന്നു വരുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം കൂടി തന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം എല്ലാ ദിവസവും നട തുറക്കണമെന്നൊക്കെ ഇടയ്ക്കൊരു കാര്യങ്ങളൊക്കെ പുറത്തു വന്നാണ്, അതിനെയും എതിർത്തത് തന്ത്രിയാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാദമായി നിൽക്കുകയാണ്. അങ്ങനെ തീർച്ചയായും നമുക്കറിയാം രഞ്ജിത്ത്, ഈ ശബരിമല യുവതീ പ്രവേശ സമയത്ത് അവിടെ യുവതികൾ കയറിയ ശേഷം പരിഹാര ക്രിയകളൊക്കെ തന്ത്രി ചെയ്തത് സർക്കാരിന് അനിഷ്ടമായി. മുഖ്യമന്ത്രി അത് പൊതുസമ്മേളനത്തിൽ തന്നെ പറയുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഈ മുന്തിയുടെ കോന്തലയിൽ ഈ താക്കോൽ കെട്ടിയിട്ട് നടക്കുന്നവരുടെ കയ്യിലാണ് അധികാരമെന്ന് കരുതേണ്ടതില്ല എന്നതൊക്കെ ഉള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ കൂടി ഇവിടെ പ്രസക്തമാണ്. അതിൽ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനുണ്ട്. രാഹുൽ, ഇപ്പോൾ തന്ത്രി നമുക്കറിയാം കോടതിയുടെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളാണ് തന്ത്രിയെ ജാമ്യത്തിൽ ബന്ധപ്പെട്ട് വന്നത് എന്നുള്ളതാണ്. അത് SITയുടെ വീഴ്ചകൾ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ മനസ്സിലാക്കുന്ന രാഹുലൊക്കെ മുന്നോട്ട് വെച്ച നിരവധി വാദങ്ങളുണ്ട് തന്ത്രിയെ അറസ്റ്റുമായി ബന്ധപ്പെട്ട്, നിരപരാധിയാണ് എന്നത് അത്തരത്തിൽ പറഞ്ഞു വെച്ചിരുന്നു. ഇതിപ്പോൾ കോടതി കൂടി അംഗീകരിക്കുമ്പോൾ വലിയ വീഴ്ച SITക്ക് സംഭവിച്ചു എന്നുള്ളതല്ലേ? ബോധപൂർവം രാഷ്ട്രീയ പ്രേരിതമായി പെരുമാറി ശ്രീ പിണറായി വിജയന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. CPM നേതാക്കൾക്ക് നേരെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ മുനയൊടിക്കാനായി തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്ത് ഇതിന്റെ എല്ലാം പിന്നിൽ തന്ത്രിയാണെന്ന കള്ളക്കേസിൽ കുടുക്കിയതാണ്. ഒന്ന്. രണ്ട്, കോടതിയുടെ വാക്കുകൾ കൃത്യമായി ഞാൻ പറയാം. ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്, അതായത് തെളിവിന്റെ കടുക് മണി പോലും തന്ത്രിക്കെതിരെ ഇല്ലാന്ന് ഒരു കോടതിയാണ് എഴുതി വെക്കുന്നത്. ആലോചിച്ച് നോക്കുക. അതായത് തന്ത്രിക്ക് സംശയത്തിന്റെ ആനുകൂല്യമല്ല, തന്ത്രിക്കെതിരെയുള്ള തെളിവുകൾ ദുർബലമാണെന്നല്ല, അങ്ങ് ശ്രദ്ധിച്ചു കാണും. ദർ ഈസ് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്. തെളിവിന്റെ കടുകുമണി പോലും ഇല്ലാതെയാണ് ശബരിമല തന്ത്രിയെ പോലെ കോടിക്കണക്കിന് ഭക്തരുള്ള ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 40 ദിവസത്തിലധികം ജയിലിലിടുന്നത്. പി നമ്പിനാരായണൻ 50 ദിവസം ഇതേപോലൊരു കള്ളക്കേസിൽ ജയിലിൽ കിടന്നതിന് ശേഷം കേരള ചരിത്രത്തിൽ ഇതേപോലെ ഒരു കള്ളക്കേസിൽ 40 ദിവസം ശബരിമല തന്ത്രിക്ക് കിടക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ നാടിന്റെ നാണക്കേടാണ്, ദുര്യോഗമാണ്. അങ്ങേക്കറിയാലോ, ഞാനൊരു ഗാന്ധിയനും മതസൗഹാർദ്ദവാദിയുമാണ്. പക്ഷേ ഞാൻ വളരെ വിനയത്തോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം മതസഹോദരങ്ങളുടെ നേതാക്കളെയോ അല്ലെങ്കിൽ ആത്മീയ നേതാക്കളെയോ പള്ളിയിലച്ചന്മാരെയോ മൗലവുമാരെയോ ഇതേപോലൊരു കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയൻ ഗവൺമെന്റ് ജയിലിലിടൂ? നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ദുര്യോഗമാണ് നമ്മുടെ ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആത്മീയ നേതാക്കളെ ഫുട്ബോൾ പോലെ തട്ടാൻ കഴിയുന്നത്. എന്ത് വലിയ കള്ളത്തരമാണ് നടന്നത്. എന്നിട്ട് SIT വാജിവാഹനത്തിന്റെ പേരിൽ അടുത്ത കഥ ഇറക്കി. വാജിവാഹനം ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ തന്ത്രിയുടെ വീട്ടിൽ ദേവസ്വം ബോർഡ് പുറത്തു കൊടുത്തു വിട്ടത്. അത് ശ്രീ ശ്രീജിത് പണിക്കരെ പോലുള്ളവരാണ് ആ സത്യം വെളിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് തന്ത്രിക്ക് 2.5 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ സ്ഥാപനം പൊട്ടി. അതുകൊണ്ട് തന്ത്രി അതിൽ കംപ്ലൈന്റ് ചെയ്തില്ല. SITയുടെ അടുത്ത കള്ളക്കഥയാണ്. അവസാനം അവര് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് തന്ത്രിയുടെ 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ശബരിമല തന്ത്രിക്കെതിരെ ചെയ്തത്. ഓർക്കുക, ഇതിന്റെ എല്ലാ അടിസ്ഥാനം കണ്ഠരര് രാജീവര് യുവതി പ്രവേശനത്തിന് അനുവദിച്ചില്ല. അദ്ദേഹം ശക്തമായി മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കുകയും അദ്ദേഹം പറയുകയും ചെയ്തു, ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കില്ല, അഥവാ പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ ശ്രീകോവിലിന്റെ നട അടച്ചിട്ട് പോകുമെന്ന്. അങ്ങേക്ക് ഓർമ്മ കാണും, അന്ന് കണ്ഠരര് രാജീവരും ഞാനും കൂടെ പോലും പല വിഷയങ്ങളിലും തർക്കിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറെ കൂടെ സാത്വികനാണ്. അദ്ദേഹം എന്റെ അഗ്രസീവായ വഴികളോട് യോജിക്കുന്ന വ്യക്തിയല്ല. എന്റെ മുത്തശ്ശി ദേവകി അന്തർജനത്തെ അല്ലെങ്കിൽ താഴോൺ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീയെ അവിടെ അറസ്റ്റിലായപ്പോ അദ്ദേഹം എന്നോട് വിളിച്ച് നീരസം പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം അദ്ദേഹം കുറെ കൂടെ സാത്വിക രീതിയിൽ പോകണമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനെയാണ് അറസ്റ്റ് ചെയ്ത് 41 ദിവസം ഗൗരവതരമാണ് രാഹുൽ, സംശയമില്ല. ഇവിടെ അങ്ങനെയെങ്കിൽ കടുത്ത നിയമ നടപടികളിലേക്ക് തന്ത്രി കുടുംബവും കടക്കേണ്ടി വരും. മാനനഷ്ടമടക്കമുള്ള വിഷയങ്ങളുണ്ട്. SIT ഇങ്ങനൊരു തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഇങ്ങനൊരു വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ മുകളിലേക്ക് നിയമത്തിന്റെ മറ്റു വഴികളിലേക്ക് കൂടി പോകേണ്ടി വരും. അതിന് തയ്യാറാകുമോ? അല്ല, അത് എനിക്കറിയില്ല. അദ്ദേഹമാണ് പറയേണ്ടത്. ഇപ്പൊ ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമല്ല, അദ്ദേഹം മാനസികമായി ഷാറ്റേർഡായി. അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് തന്നെ മീഡിയക്കാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതുപോലെ അദ്ദേഹം പലതവണ പൊട്ടിക്കരയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അങ്ങ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കേരളത്തിൽ നടക്കുന്നത് അദ്വൈതം സിനിമയിൽ 35 വർഷം മുമ്പ് ഇറങ്ങിയ അദ്വൈതം സിനിമയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടിയാണ് കേരളത്തിൽ നടക്കുന്നത്. ആ സിനിമ അങ്ങനെ പലരും അത് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. ആ സിനിമ കണ്ടാൽ അറിയാം, ഇതേപോലെ തിരുവാഭരണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഭരണങ്ങൾ മോഷണം പോയി അവിടെ ചില രാഷ്ട്രീയക്കാർ, അതും ഇടതുപക്ഷ പക്ഷത്തുള്ള രാഷ്ട്രീയക്കാർ, അത് മോഷ്ടിക്കാനും അല്ലെങ്കിൽ മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കുകയും മറ്റും ചെയ്തു. എന്നിട്ട് തന്ത്രിയായ തിക്കുറിശി സുകുമാരൻ നായരെ കള്ളക്കേസിൽ കൊടുക്കുന്നതാണ്. ഇനി അത് പറയാനും ഒരു പ്രസക്തിയുണ്ട്. കേരള ഹൈക്കോടതിയിലെ
ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സിനിമാ പാട്ടുണ്ട്. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഏതെങ്കിലും കോടതി ഒരു സിനിമാ പാട്ട് ഒരു വിധിയിൽ എഴുതുന്നത്. അത് ഈ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന അദ്വൈതത്തിലെ പാട്ടാണ് മോഹൻലാലിന്റെ സിനിമയിൽ. അതിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തന്ത്രിയെ കള്ളക്കേസിൽ കൊടുക്കുന്നതാണ്. തന്ത്രിയെ കള്ളക്കേസിൽ കൊടുക്കുന്ന സാഹചര്യത്തിലാണ് ആ പാട്ട് ആ സിനിമയിൽ വരുന്നത്. യഥാർത്ഥത്തിൽ ശബരിമല തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി. ഇത് നമ്മൾ ഹിന്ദു വിശ്വാസികളെ അപമാനിച്ചതാണ്, അയ്യപ്പ വിശ്വാസികളെ അപമാനിച്ചതാണ്. നന്ദി രാഹുൽ ഈശ്വർ ഈ വിഷയത്തിലെ പ്രതികരണത്തെ. ഏതായാലും ഗൗരവതരമായ വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.